വന്ന് പോണത് ഡബിൾ ഡെക്കർ ബ്രിഡ്ജിലോട്ടാണ്. അപ്പോൾ അവിടുത്തെ വിഷ്വൽസാണെന്ന് കാണാൻ പോണത്. അപ്പോൾ ചിറാപ്പുഞ്ചിയിൽ നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ ഉണ്ട് ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിലോട്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു 3 മണിയായി. ഞങ്ങൾ കുറച്ച് ലേറ്റാണ്. സ്റ്റോപ്പ് ചെയ്യാൻ പാർത്തക്ക് ഇടുന്ന ഇഷ്ടമാണ്. ഫുട്ബോളുണ്ട്. ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നല്ല ട്രക്കിംഗ് ഉണ്ട്. 4000 സ്റ്റെപ്പ് ഉണ്ട് വൺ സൈഡ്. അപ്പോൾ നല്ലോണം ടൈം എടുക്കും. വൺ സൈഡ് തന്നെ 4 അവർ ചിലപ്പോൾ എടുക്കും. ഡബിൾ ഡെക്കർ വരുന്നുണ്ടെങ്കിൽ നേരത്തെ വരിക, ഒരു 7 മണിയാകുമ്പോഴത്തേനും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പോണ വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാൻഡ്സ്കേപ്പ്, അടിപൊളി ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് പോണ വഴിയൊക്കെ. അപ്പോൾ ഞങ്ങൾക്കിന്ന് ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. 3 മണിയാകുമ്പോഴാണ് പോകുന്നത്. അപ്പോൾ പോയി നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ആ കാണുന്ന മലയാണ് ബംഗ്ലാദേശിൻ്റെ ബോർഡറാണ് ആ ഒരു മല. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലാണ് ഈ ഒരു ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് വരുന്നത്. എപ്പോഴാണ് കയറിയപ്പോ? നിങ്ങളിപ്പോ ലേറ്റ് ആവുമല്ലോ, തിരിച്ചു കയറുമ്പോ രാത്രി ആവുമല്ലോ. അങ്ങോട്ട് ഇറങ്ങിപ്പോ 2-2.5 മണിക്കൂർ എടുക്കും കയറി വരാം. ഞങ്ങള് നല്ല 10-25 സ്റ്റെപ്പ് ഇടിക്കും. ഡബിൾ ഡെക്കർ അവിടെ വെള്ളം കുറവാണ്. ഡബിൾ ഡെക്കറിന്റെ പാർക്കിങ്ങിൽ What's the name? Wan Penbiang. Batam dia. Wan Penbiang. One Pambem. Name? Simayos. Simius. Name? Nam? Bawan. Bawan. Pawan. Eh? Guide. Da bada guide speed. Yeah. Your friend is waiting there. അപ്പോൾ ഞങ്ങൾ ഏകദേശം ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് 4000 സ്റ്റെപ്പ് ഉണ്ട് വൺ സൈഡ്. സമയമില്ലാത്ത കാരണം ഞങ്ങൾ ഗൈഡിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈഡിന് 800 രൂപയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പാർക്കിംഗ് ഫീസും ഉണ്ട് 20 രൂപ. പിന്നെ പെർ ഹെഡ് 50 രൂപയാണ് എൻട്രി ഫീസ്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 3:30 ആയിക്കണ്. അത് 4:30 ആകുമ്പത്തേനും ഞങ്ങൾക്ക് കണ്ട് എത്തണം അടിയിലേക്ക്. 4000 സ്റ്റെപ്പ് ഇറങ്ങണം. അത് 1 മണിക്കൂർ കൊണ്ട്. കാരണം ഇവിടെ 5:15 5:30 ആകുമ്പത്തേനും ഇവിടെ ഇരുട്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് വേഗം എത്തും വേണം. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഭയങ്കര കുത്തനുള്ള ഇറക്കാണ്, ചെറിയ സ്റ്റെപ്പാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ കുറേ കുട്ടികൾ മുളയുടെ വടി കൊടുത്തിരുന്നു. അപ്പോൾ അത് വാങ്ങണത് നല്ലതാണ്. കാരണം അതിന് ബാലൻസ് ചെയ്തിട്ടാണ് കൂടുതൽ ആൾക്കാരിവിടെ ഇറങ്ങുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഒരു കുറച്ചുകൂടി സേഫ്റ്റിക്ക് അല്ലെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാരണം അതിന് ബാലൻസ് ചെയ്തിട്ട് പിടിച്ചിറങ്ങുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റിക്കിന് വരുന്ന ഏകദേശം 50 രൂപയാണ്. അത് പോകുമ്പോൾ അവിടെ കൊടുക്കും വേണം. ഇല്ലെങ്കിൽ 100 രൂപ അവിടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൽ 2 വഴിയുണ്ട്. ഇത് ബാക്ക് സൈഡ് വഴിയാണ് ഇപ്പോൾ ഞങ്ങൾ പോണത്. മാപ്പ് ഇട്ടപ്പോൾ ഞങ്ങൾക്ക് ഈ വഴിയാണ് കിട്ടിയത്. വേറൊരു വഴിയുണ്ട്, അതാണ് എല്ലാവരും പോണ വഴി. അത് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിലോട്ട് വരണമെങ്കിൽ എല്ലാവരും ഒരു 3 ലിറ്റർ വെള്ളയിലും പിടിക്കുക കയ്യിൽ. അല്ലെങ്കിൽ കുറച്ച് ഇതാണ്, നല്ല സ്റ്റെപ്പുകൾ കാരണം പെട്ടെന്ന് ദാഹം വരും. പിന്നെ പോണ വഴിക്കൊരു ഷോപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ പോണ വഴിക്ക് ചില സൈഡിലൊക്കെ ഈ പാറയുടെ അവിടുന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല വെള്ളം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കുടിക്കാവുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്നതാണ് ബംഗ്ലാദേശിലുള്ളൊരു മലയാണത്. അതിന് നമ്മൾ ബോർഡറാണ്.
അപ്പോൾ ഇവിടെ നിന്നൊരു ബംഗ്ലാദേശിൻ്റെ ബോർഡർ കാണാം നമുക്ക്. അവിടെ വണ്ടികളിങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇപ്പോൾ 2800 ഇതേപോലത്തെ സ്റ്റെപ്പാണെന്നാണ് പറഞ്ഞത്, കോൺക്രീറ്റ് പാലം പോലത്തെ ഒരു സ്റ്റെപ്പ്. പിന്നെ എല്ലാം കല്ല് പോലത്തെ ഒരു വഴിയെന്നാണ് പറഞ്ഞത്, ചെറിയ കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു വഴിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കുറച്ചുകൂടി സ്പീഡിൽ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ആ വഴി വരുമ്പോഴാണ് കുറച്ച് റിസ്ക് ആവുക. ഈ ഒരു ഗൈഡ് ദിവസം 2 പ്രാവശ്യം കയറി ഇറങ്ങുമെന്നാണ് പറയുന്നത്. പക്ഷെ ഭയങ്കര മൈലേജ് ഉണ്ട് ആൾക്ക്, നല്ല സ്പീഡിലാണ് ഇറങ്ങണത്. അപ്പോൾ കാലിന് മുട്ടുവേദന, സന്ധിവേദന, എല്ല് തേയ്മാനം, ലിഗമെൻറ്റിന് പ്രശ്നമുള്ളവർ ഇങ്ങോട്ട് ഇറങ്ങാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. കാരണം മുട്ട് ഭയങ്കര പെയിനാണ് വരുന്നത് 10 സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ. ഞങ്ങൾക്ക് തന്നെ കാല് മുട്ട് വേദന വരുന്നുണ്ട്. നല്ല കുത്തനുള്ള ഇറക്കും ചെറിയ സ്റ്റെപ്പ് കാരണം ഭയങ്കര പെട്ടെന്ന് കാലിന് നല്ല പെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു കാട് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കരടിനെ കണ്ടിട്ടുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ 2-3 വട്ടം സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കരടിനെ. അപ്പോൾ പോണവർക്കൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് റേഞ്ചിൻ്റെ ഒരു കട്ട പോലും ഇല്ല ഇവിടെ ആകെ എയർടെൽ മാത്രമുള്ളൂ. അതൊരു ഒരു കട്ടമ്മലാണ് എല്ലാവരും ജീവിക്കുന്നത്. ബാക്കി ഒരു സിമ്മും ഇവിടെ വർക്ക് ചെയ്യില്ല, റേഞ്ചില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഇവിടുന്ന് ഒരു പാറയുടെ അവിടുന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ട്. ഇതൊരു നല്ല വെള്ളമാണ്, കുടിക്കാൻ പറ്റിയ വെള്ളമാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കുടിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. കുറച്ച് കുപ്പിയിൽ നിറക്കുന്നുണ്ട്. മലയുടെ മേലിൽ നിന്ന് വരുന്ന വെള്ളം നല്ല വെള്ളമായിരിക്കുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ കുടിക്കാറുള്ള വെള്ളം തന്നെയാണ് എല്ലാവരും. ഏകദേശം ഇപ്പോൾ 20 മിനിറ്റായി. ഏകദേശം ഇപ്പോൾ ഒരു 150 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട് 3000 സംതിങ് സ്റ്റെപ്പ്. ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നടക്കാൻ അറിയില്ല. ഞങ്ങൾ സ്പീഡിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് വരുമ്പോൾ ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നേരം വഴി കാരണമാണ് ഇപ്പോൾ ഗൈഡിനെ ചൂസ് ചെയ്തത്. ഇപ്പോൾ രാവിലെ ഒക്കെ വരികയെന്ന് വെച്ചെങ്കിൽ നമുക്ക് പോകാമെന്നുള്ളൂ. കാരണം 2-3 ഡയറക്ഷൻ വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുള്ളത്. അപ്പോൾ അത് നോക്കി ഇറങ്ങിയാൽ തീരാമെന്നുള്ളൂ, വേഗം എത്താം. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് അടിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഗൈഡിനെ ചൂസ് ചെയ്തത്. ഇപ്പോൾ 14,000 സ്റ്റെപ്പുള്ള കാരണം ക്രൗഡ് ഭയങ്കര കുറവാണ്. പോണ റൂട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ വരുന്നത് ഒരു പാറമേലാണ്. ഇതിന്മേലൊരു പില്ലറൊക്കെ വരുന്നത്. അപ്പം അങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റ് ഇടാൻ അവിടെ സൈഡിൽ പോണ വഴിക്ക് കുറച്ച് വേസ്റ്റിൻ്റെ ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിലിടുക. അപ്പോൾ ആരും അനാവശ്യമായിട്ട് പുറത്തിടരുത്. അപ്പോൾ പോണ വഴിക്ക് ആകെയുള്ളൊരു ഷോപ്പാണ് ഈ ഒരു ഷോപ്പ്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു സാധനം കണ്ടു. ഞങ്ങൾ ഒരു തവള
തവള അങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഇവർ ഫ്രൈ ചെയ്യുക. അപ്പോൾ മേഘാലയത്തെ ഒരു ഡിഷാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് വെള്ളം സ്നാക്സും വാങ്ങിയിട്ടുണ്ട്. കുറച്ച് എക്സ്പെൻസാണ് അവിടെ, പക്ഷെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഇറങ്ങാണ്ട് അടിയേക്ക്. അപ്പോൾ അത് കാരണം ആ ഒരു പ്രൈസ് അവർ വാങ്ങും. അപ്പോൾ ഏകദേശം 4 മണിയായി. ഇനി ഒരു അരമണിക്കൂറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2500 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ട് 1500 സ്റ്റെപ്പ് കൂടിയും. പിന്നെ മുതൽ ഇങ്ങനത്തെ കല്ലുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ അത് കുറച്ച് ഇതാണ്, കാരണം ഷേപ്പല്ല, കല്ലിൻ്റെ ഒരു ഷേപ്പ്. അപ്പോൾ അത് നോക്കി ഇറങ്ങണം. ഇനിയുണ്ട് അരമണിക്കൂറിൽ ഇനിയുണ്ട്. ഇപ്പോൾ ഏകദേശം കോൺക്രീറ്റ് പാലം കഴിഞ്ഞ്. അപ്പോൾ അത് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഫുള്ള് കല്ലായ കാരണം ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്പീഡും കുറഞ്ഞുണ്ട്. 5 മണിയാകുമ്പോഴത്തേനും ഇവിടെ ഇരുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സ്പീഡ് നടക്കുന്നത്. ഡക്കർ വില്ലേജിലോട്ട് വരുമ്പോൾ രാവിലെ തന്നെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് മെല്ലെ ഇറങ്ങിയാൽ മതി. പിന്നെ ഇവിടെ റോഡ് ബ്രിഡ്ജ് മാത്രമല്ല, ഇവിടെ വേറൊരു റെയിൻബോ വാട്ടർഫാൾസും ഉണ്ട്. അപ്പോൾ അതും ഉണ്ട് ഇവിടെ. അപ്പോൾ അതും ഒന്നും കാണാൻ പറ്റും തോന്നുന്നില്ല, കാരണം ടൈം ഏകദേശം വൈകിക്കണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട്. 15 മിനിറ്റോളം ഉണ്ടെന്നാണ് പറഞ്ഞത് ഗൈഡ്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു വില്ലേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ പോണത്. ഇപ്പോൾ ലിവിങ് റോഡ് ബ്രിഡ്ജിലേക്ക് വരുമ്പോൾ എല്ലാവരും ബോട്ടിൽ വെള്ളം കൈ വെക്കുക. അപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടുത്തെ പൈപ്പിൽ നിന്നൊക്കെയാണ് വെള്ളം കുടിച്ചത്. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ ബോട്ടിൽ വെള്ളം കരുതിയിട്ട് തരിക. അപ്പോൾ ഈ ഒരു വില്ലേജിൻ്റെ പേരാണ് നോങ്ക്രിയാറ്റ് വില്ലേജ്. അപ്പോൾ ഇവിടെ തന്നെയാണ് ബ്ലൂ ലഗൂണും വാട്ടർഫാൾസും റെയിൻബോ വാട്ടർഫാൾസും ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടി ട്രക്ക് ചെയ്യാണ്ട് ഈ ഡബിൾ ഡക്കർ വില്ലേജിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ മാക്സിമം ഒരു ദിവസം ഉണ്ടെങ്കിൽ മൊത്തം കവർ ചെയ്യാന്നുള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റേ അടിക്കാം. ഇവിടെ കുറേ ഹോം സ്റ്റേസ് ഉണ്ട്. പിന്നെ ഞായറാഴ്ച ഇവിടെ അല്ല ഓഫാണ്. അപ്പോൾ ഡബിൾ ഡക്കർ ബ്രിഡ്ജിൻ്റെ എൻട്രിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് വരുന്നത് 50 രൂപയാണ്. ചിൽഡ്രൻക്ക് 20, ക്യാമറ 50, ഗോപ്രൊക്കെ ഉണ്ടെങ്കിൽ 100, ഡ്രോൺ ഷൂട്ടൊക്കെ 200 രൂപ. പിന്നെ ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ 5000 രൂപയാണ് ഇവിടുത്തെ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡബിൾ ഡക്കർ ബ്രിഡ്ജ്. ജീവനുള്ള പാലം, ഇഴയുന്ന പാലം, അഥവാ നടക്കണ പാലം എന്നും പറയാറുണ്ട് ഇതിന്. അപ്പോൾ ഭയങ്കര പഴക്കമുള്ള ഒരു പാലമാണ്. 150 വർഷം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വേരുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ ആൾക്കാർ. 2 തട്ടായിട്ടാണ് വേണത്. അതാണ് ഇതിനൊരു ഡബിൾ ടക്കർന്ന് വരുന്നത്, ബ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഇതുണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു ഇത്. അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് ഒരു 1.5-2 മണിക്കൂറുണ്ട് റെയിൻബോ വാട്ടർഫാൾസിൻ്റെ അവിടേക്ക്. അപ്പോൾ അവർക്ക് ഇനി പോകാൻ നേരമില്ല. ഇപ്പോൾ ഇവിടുന്ന് കയറാനുള്ള മൂടാണ് ഇപ്പോൾ ഇവിടുന്ന്. ഏകദേശം ഇപ്പോൾ 4:30 ആവാറായി. അപ്പോൾ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ഇനി ഇവിടുന്നാണ് ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ്. അപ്പോൾ അടിയിലുള്ള വെള്ളമൊക്കെ ഭയങ്കര നല്ല ക്ലിയർ, നല്ല വെള്ളമാണ്. മീനൊക്കെ ഉണ്ട് അടിയിൽ വെള്ളം. പിന്നെ ഇപ്പോൾ ഇവിടെ ചെറിയ കുട്ടികൾ കുളിക്കുന്നുണ്ട്. ജസ്റ്റ് 1 ടൈം കാണാമെന്നുള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല ഇവിടെ. ഈ പാലം അല്ലാണ്ട് വേറൊന്നുമില്ല ഇവിടെ. പിന്നെ ഇവിടെ ഉള്ളത് റെയിൻബോ ഫാൾസാണ്. അപ്പോൾ സമയമില്ല, ഇനി 2 മണിക്കൂർ നടക്കാനുണ്ട്. അപ്പോൾ അത് കാരണം അത് സ്കിപ്പ് ചെയ്ത്. ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോറി പോയാലും കുലുങ്ങൂല എന്നാണ് അവിടുത്തെ ഒരു വില്ലേജ് ചെയ്തൊരാൾ പറഞ്ഞത്. പിന്നെ ഇതിപ്പോൾ 3ാമത്തെ മേലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഒറ്റ മേലെ. അപ്പോൾ അതും ലോഡിങ്ങാണ്. അപ്പോൾ അത് ആയാൽ ട്രിപ്പിൾ ടയർ ബ്രിഡ്ജ് എന്നായിരിക്കും പേര്. ട്രിപ്പിൾ ടയർ ബ്രിഡ്ജ് ആയാൽ ഫീസ് 50 എന്നുള്ളത് 70 ആയിരിക്കും എന്നും പറഞ്ഞു അവിടുത്തെ വില്ലേജ് ചെയ്തൊരാൾ. അപ്പോൾ അധികം ഞങ്ങൾ ഇവിടെ നിൽക്കണില്ല, കാരണം ഇവിടെ വേഗം ഇരുട്ടാവണ കാരണം അധികം നിൽക്കണില്ല. ഒരു 5:30 വരെ നിന്നിട്ട് ഇവിടുന്ന് വേഗം തട്ടി തപ്പാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ 4500 സ്റ്റെപ്പ് ഇറങ്ങി. ഇനി 4500 സ്റ്റെപ്പ് കയറുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ പിടിക്കുന്നതാണ്
ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ മാക്സിമം 2 മണിക്കൂറാണ് ഞങ്ങൾ കട്ട് ഓഫ്. അതിൻ്റെ ഉള്ളിൽ മേലൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് 5:30 ആകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയാൽ 6:30 7:30 ആകുമ്പത്തേനും അവിടെ തന്നെയാണ് ഞങ്ങളെ മൈൻഡ് സെറ്റിൽ. അപ്പോൾ ഞങ്ങൾ 5:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും. അതാണ് ഇപ്പോഴത്തെ പ്ലാന്. ഈ പുക ഇത് ഫോഗല്ല, അത് അവിടെ തീ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പുകയാണ്. ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം നമുക്ക്. സമയം 5:15. ഇപ്പൊ ഇവിടൊക്കെ ഒരു ഗുണ്ടുള്ളി എങ്ങനെ ഒന്ന് എക്സിറ്റ് അടിക്കാൻ എക്സിറ്റ് അടില്ല. പക്ഷെ ഡെയിലി മേലക്ക് പോയി പറഞ്ഞ അതാ പെണ്ണില്ല നമ്മളെ ഗൈഡ്. ആ പെണ്ണുണ്ടാവോ മേലെ ഈ വീട്ടിലൊക്കെ ആ വീട്ടിലൊക്കെ ഇവിടൊക്കെ നിൽക്കുന്നവരെ വെള്ളത്തിൽ അവിടുത്തെ കുട്ടികളാണ് വെള്ളത്തിൽ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡബിൾ ഡക്കർ വില്ലേജിൽ നിന്ന് ഇറങ്ങി 5:40 അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആ സമയം 6:10. അപ്പോൾ ഞങ്ങൾ 2 മണിക്കൂറാണ് കട്ട് ഓഫ് വെച്ചേക്കണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എത്തണമെന്നുള്ള ഒരു വാശിയിലാണ് ഞങ്ങൾ ഇറങ്ങിക്കണത്. അപ്പോൾ പോണ വഴിക്ക് ലേറ്റൊന്നുമില്ല. നമ്മൾ ഫ്ലാഷ് അടിച്ചിട്ടാണ് പോയത്. ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ഗൈഡുള്ള കാരണമാണ് ഒരു സമാധാനം. അപ്പോൾ ഞങ്ങൾ 15 മിനിറ്റ് നടക്കും, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ നടന്നിരുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ 2ാമത്തെ നൈറ്റ് ട്രക്കിംഗ് ആണ്. 1ാമത്തെ സൂക്ക് വാലി ആയിരുന്നു നാഗാലാൻഡിലുള്ള. ഇപ്പോൾ 2ാമത്തെ ഡബിൾ ഡക്കർ വില്ലേജ്. അപ്പോൾ ഞങ്ങൾ ആ പകുതി എത്തിക്കണ്. ആ ഷോപ്പിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഷോപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. വെള്ളം, കുറച്ച് സ്നാക്സും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 6:50. അപ്പോൾ ഇനിയുണ്ട്. എക്സ്പീരിയൻസ് സാധനം കിട്ടണടാ വീഡിയോക്ക്. 1500 പോരാ, 25 മിനിറ്റ് മതിയോ? മൊത്തം 4000 സ്റ്റെപ്പ്. അപ്പം നമ്മൾ മോട്ടറൊക്കെ കാണാം. അപ്പോൾ ഏകദേശം 7:10 ആയിട്ടുണ്ട്. ഇനിയുണ്ട് ഒരുപാട്. അപ്പോൾ ഇനിയും ഒരു 40 മിനിറ്റ് നടക്കാണ്ടെന്നാണ് പറഞ്ഞത്. നോക്കി നോക്കാം. അപ്പം മിന്നൽ അങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. എല്ലാവരും ചെക്ക് ചെയ്യും. അപ്പോൾ ബംഗ്ലാദേശിൽ മഴ പെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. അവിടെ അടിക്കുന്ന മിന്നലാണത്. ഞങ്ങൾ ഏകദേശം 7:50 ആകുമ്പത്തേന് ഞങ്ങൾ പാർക്കിംഗ് പോയിന്റിലെത്തി. അപ്പോൾ അവിടെ ഒരു കുട്ടീനെ കിട്ടി. അപ്പോൾ അവൻ നല്ല കഴിവുള്ള ചെക്കനാണ്. അപ്പോൾ നല്ല ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വീഡിയോ ഓക്കെ 1 മിനിറ്റ്. ആ വാങ്ങി ഓക്കെ സ്റ്റാർട്ട്. Okay, no problem. No, you know.
എക്സ്പ്രഷനാണ് കൊണ്ടുപോണത്. റൊമാൻറ്റിക് സ്റ്റാർട്ട്. അപ്പോൾ ഈ സീനെന്ന് വെച്ചാൽ ഞങ്ങളിൽ ഗൂഗിൾ പേയിലായിരുന്നു പൈസ. അപ്പോൾ ഇവിടെ വെച്ചെങ്കിൽ റേഞ്ചിൻ്റെ ഭയങ്കര ഇഷ്യൂ ആണ്. ഒരു കട്ട കിട്ടാൻ ഒരു ജനലിൻ്റെ മൂലയിൽ പോയി നിൽക്കേണ്ടി വരും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഇല്ല, ഓൺലി ലിക്വിഡ്. ഇപ്പോൾ അവരൊരു കട്ടമ്മലാണ് ഇവരൊരു ജീവിതം. പിന്നെ ഇവരെ ആൾക്കാർ കൂടുതലും വാക്കി ടോക്കിയാണ് ഇവർ യൂസ് ചെയ്യണത് മെയിനായിട്ട്. അപ്പോൾ അതാണ് ഇവരുടെ ജീവിതം. റേഞ്ചിന് വേണ്ടിയിട്ടാണ് ഒരു മൂലക്ക് പോയി നിൽക്കണത്. അതൊരു ആ ജനലിൻ്റെ അവിടെ ഒരു സൈഡിൽ വെച്ചാലാണ് ആ ഒരു കട്ട കിട്ടുള്ളൂ. അതും എയർടെൽ. ഇപ്പോൾ 2 മണിക്കൂറും 10 മിനിറ്റാണ് ഞങ്ങൾ എടുത്തത് ആകെ ടൈം. ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോകണം, നേരെ സൊഹാറയിൽ നിന്ന് ഇവിടെ നിന്ന് ടെൻ്റ് അടിക്കണമെന്ന്. അതാണ് ഇന്നത്തെ പ്ലാന്. ഇപ്പോൾ ഈ വില്ലേജിലാകെ 27 വീടാണുള്ളത്, 44 ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നോങ്റിയാറ്റ് വില്ലേജിൽ നിന്ന് നേരെ സൊഹാറ പിടിക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും നോക്കണം ടെൻ്റ് അടിക്കാൻ. അപ്പോൾ ഞങ്ങൾ എന്നും കഴിക്കാറുള്ള ഹോട്ടലിൽ നിന്ന് തന്നെ എന്നും കഴിക്കണം. അപ്പോൾ താലിക്ക് 130 രൂപയാണ്. ഓക്കെ ആണ്, കുഴപ്പമില്ല. പപ്പടം സ്ഥലം മാറ്റി